അബൂ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹ്മഹുള്ളയുടെ അരുമ ശിഷ്യനാണ്, ഖാദിമാണ്. മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ടവർ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അവരുടെ റൂമിലേക്ക് കടക്കുമ്പോ എന്തിനാണ് ഈ കോപ്പയിൽ വെള്ളം കൊണ്ടുപോകുന്നതെന്നറിയില്ല, എന്തിനാണ് ഈ വെള്ളമെന്നറിയില്ല. അങ്ങനെയാണ് ഖാദിം മഹാനായ അബൂ അബ്ദില്ലാഹി റഹിമഹുല്ലാ തന്റെ പ്രിയപ്പെട്ട ഗുരു മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി റഹ്മഹുല്ലാ എന്തിന് വെള്ളം കൊണ്ടുപോകുന്നുവെന്നറിയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. അന്ന് വീട്ടിൽ വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. കുഞ്ഞ് കരയുന്നുണ്ട്, ഭാര്യ കിടപ്പുണ്ട്, തൊട്ടടുത്ത് കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വല്ലാതെ കരയുമ്പോ ഉമ്മ കുഞ്ഞിനോട് കരയല്ലേ കരയല്ലേ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് കുഞ്ഞിങ്ങനെ കരയാൻ കാരണമെന്ന്. ആ സഹോദരി പറഞ്ഞു കൊടുത്തു, മറ്റൊന്നുമല്ല, ഇന്ന അബുൽ ഹസൻ യദ്ഖുലുൽ ബൈത്ത്, എന്റെ ഭർത്താവ് അബുൽ ഹസൻ മുഹമ്മദ് ഇബ്നു അസ്ലം തൂസി എന്റെ വീട്ടിലേക്ക് കയറി വരികയും വയഖറഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഓതുകയും വയബ്കി, ഖുർആൻ ഓതുകൊണ്ട് കരയാൻ തുടങ്ങും. ഖുർആൻ ഓതിയിട്ട് കരയാൻ തുടങ്ങുമ്പോ ആ കരച്ചിൽ കേട്ട് എന്റെ കുഞ്ഞ് കരയുകയാണ് പതിവ്. എന്റെ ഭർത്താവിന്റെ കരച്ചിൽ കേട്ട് എന്റെ കുഞ്ഞ് കരയാറുണ്ട്. റൂമിന്റെ ഉള്ളിൽ, വീടിന്റെ ഉള്ളിൽ എന്റെ കുഞ്ഞ് കരയാൻ കാരണം എന്റെ ഭർത്താവ് ഖുർആൻ ഓതി കരയുന്ന കരച്ചിൽ കേൾക്കുമ്പോഴാണ്. എന്നിട്ട് വീടിന്ന് പുറത്തിറങ്ങുമ്പോ, റൂമിന്റെ പുറത്തു പോകുമ്പോ മുഖമെല്ലാം ശരിക്ക് കഴുകി വൃത്തിയാക്കി കരഞ്ഞിട്ടില്ല എന്ന് ആളുകൾ അറിയാൻ വേണ്ടി ആരും ബഹുമാനപ്പെട്ടവരെ കാണാൻ വരുമ്പോ മഹാനവറുകൾ കരച്ചിലായിരുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ വിനയത്തിൽ തേങ്ങി തേങ്ങി കരയുകയായിരുന്നുവെന്ന് ആരും അറിയാതിരിക്കാൻ മുഖം കഴുകാനായിരുന്നുവത്രേ ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുപോയിരുന്നത്. പുറത്തു വരുന്നവർക്കറിയില്ല എന്തായിരുന്നു അകത്ത് നടന്നത് എന്ന്. അല്ലാഹുവല്ലാതെ, അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊന്നും ആരെയും കാണിക്കേണ്ടതില്ലല്ലോ. നാം ചെയ്യുന്ന കർമ്മം അത് അല്ലാഹുവിന് വേണ്ടി മാത്രം. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാ ലോകം കണ്ട മറ്റൊരു പ്രഗൽഭനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാ ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നു. ഒരങ്ങാടിയിലേക്ക് ചെല്ലുന്നു. ഒരു ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോ ഒരാൾ ചെന്ന് പറഞ്ഞു, ഇത് ഈ വന്ന ആൾ ആരാണെന്നറിയുമോ? അത് മഹാനായ ഇബ്നു മുഹൈരീസ് റഹിമഹുള്ളയാണെന്ന് ആ ഷോപ്പുകാരനോട് വേറെ ഒരാൾ വന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ വന്നപ്പോ ആ ഷോപ്പുകാരന് സന്തോഷമായി. അള്ളാഹുവിന്റെ ഒരു വലിയ ഒരാരിപ്പോ ഒരു ആലിമോ അല്ലേ ഈ വന്നിരിക്കുന്നത്, തന്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് ഒരു വസ്ത്രം വാങ്ങാൻ വന്നതാണ്. വളരെ സ്നേഹത്തോടുകൂടെ വില കുറച്ചു കൊടുത്തിട്ട് മഹാനവറുകൾക്ക് ആ വസ്ത്രം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ആദ്യം. പിന്നെയാ അറിഞ്ഞത് ഷോപ്പുടമ ഇത് വലിയൊരു മഹാനാണ് ഈ വന്നിരിക്കുന്നത് എന്ന്. മഹാനവറുകൾ ആ വസ്ത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നമാ ഇന്നമാ നശ്തരീ ബി അംവാലിനാ ലസ്നാ നശ്തരീ ബിദീനിനാ. ഞാൻ വസ്ത്രം വാങ്ങിക്കാൻ വന്നത് എന്റെ കയ്യിലെ പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ വന്നത്. എന്റെ ദീന് വിറ്റുകൊണ്ടല്ല ഞാൻ പൈസ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. ഞാൻ എന്റെ ദീന് വിറ്റുകൊണ്ടല്ല ഈ വസ്ത്രം വാങ്ങിക്കാൻ വന്നത്. ഞാനൊരു ആലിമാണെന്നറിഞ്ഞതിന്റെ പേരിൽ എന്നോട് പൈസ വാങ്ങാതെ നിങ്ങൾ എനിക്ക് തരുന്നത് ഞാനൊരു ആലിമാണെന്ന് എന്റെ ദീനിന് നിങ്ങൾ തരുന്ന പകരമാണോ? ഞാൻ വസ്ത്രം വാങ്ങിക്കുന്നത് എന്റെ പൈസ കൊണ്ടാണ്. ഞാൻ കാശ് തരും. നിങ്ങളാരും എന്നെ ഒരു പ്രത്യേകമായി പരിഗണിച്ചിട്ട് എനിക്ക് നിങ്ങൾ പൈസ തരാ, എന്റെ ഈ വിൽപ്പനയിൽ ഇളവ് തന്ന് എന്നോട് പ്രത്യേകമായൊരു ഇളവ് അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ വസ്ത്രം വാങ്ങിക്കാതെ ഇറങ്ങിപ്പോന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ് നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾക്ക് മാതൃകകളാണ്. മുതലാളിമാരുടെ കൂടെ നടക്കുന്നവർ, മുതലാളിമാരെ അവരുടെ പൈസക്ക് വേണ്ടി സ്നേഹിക്കുന്നത് ആലിമീങ്ങളുടെ സ്വഭാവമല്ല. അമീറന്മാരുടെ, നേതാക്കന്മാരുടെ, ഭരണാധികാരികളുടെ, അധികാരമുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കുകയോ, മൻ ദഖല അല സുൽത്താൻ ഫഖദ് സഖതത് അമാനതുഹു. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ അരികത്തേക്ക് ഒരു ആലിമ് കടന്നു ചെല്ലുകയാണെങ്കിൽ ആ ആലിമിന്റെ വിശ്വസ്തത അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഉലമാ ഫത്വ കൊടുത്തിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് ആ ഫത്വ? ഒരു ആലിം ഒരു അധികാരിയെ ചെന്ന് കാണുന്നത്, ഏതെങ്കിലും ഒരു ഗവർണറെ ചെന്ന് കാണുന്നത്, ഒരു മിനിസ്റ്ററെ ചെന്ന് കാണുന്നത്, ഒരു ചീഫ് മിനിസ്റ്ററെ പോയി കാണുന്നത്, ഒരു പ്രൈം മിനിസ്റ്ററെ ചെന്ന് കാണുന്നത്, ഒരു കിങ്ങിനെ പോയി കാണുന്നത്, ഒരു അധികാരിയെ ചെന്ന് കാണുന്നത് ദീനിന്റെ ഈ ശറഇന്റെ മാതൃകയിൽ നിന്നുകൊണ്ട് ശറഇന്റെ ഏതെങ്കിലും ഒരു നിയമം, അള്ളാഹുവിന്റെ ദീനിന് ഉയർച്ച കിട്ടുന്ന ഒരു കാര്യം ഒരു നേതാവിന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അധികാരിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് അവരുമായുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സാധിപ്പിച്ചെടുക്കാനാണ് ആലിമും പോവുക എന്ന് ആ ഒരു അർത്ഥത്തിലാണ് ഉലമാ ആലിമെങ്കിലും ഏതെങ്കിലും ഒരു സുൽത്താനിന്റെ അധികാരിയുടെ മുമ്പിലേക്ക് എത്തിയാൽ ആ മനുഷ്യന്റെ അമാനത്ത് വിശ്വസ്തത പോയിരിക്കുന്നു, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണത്? നിങ്ങളുടെ ദീനിന് പകരം നിങ്ങൾ അധികാരം പകരം ചോദിക്കുകയാണ്. ചെയ്യാൻ പാടുള്ളതല്ല. ഒരു വസ്ത്രം 4-5 ദിർഹം വരെയുള്ള വസ്ത്രം ഫ്രീ ആയി ഒരു ആലിമാണെന്ന് തോന്നി വെറുതെ കൊടുത്തപ്പോഴാണ് എനിക്കിത് വേണ്ട, ഞാൻ വാങ്ങിക്കുന്നത് എന്റെ പൈസ കൊണ്ടാണ്, എന്റെ ദീന് കൊണ്ടല്ല ഞാനിത് വാങ്ങിക്കുന്നത്. ബഹുമാന്യരായ ദീനിന്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ പ്രത്യേകമായി ചിന്തിക്കുക. ഏതെങ്കിലും രീതിയിൽ ഒരു പണ്ഡിതനാണ് എന്ന ആ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഔദാര്യം പറ്റാൻ, വീട് പണി നടക്കുന്നു, മക്കളെ കെട്ടിക്കാനുണ്ട്, മറ്റേതെങ്കിലും കാര്യം നടത്താനുണ്ട്, ഏതെങ്കിലും വിഷയത്തിൽ പൈസക്ക് ആവശ്യമുണ്ട്, കൂടെ ഉംറക്ക് വന്നവരുടെ അടുത്തേക്ക് പോകാം, കൂടെ ഹജ്ജിന് വന്നവരുടെ ഇന്നാലിന് പണ്ഡിതൻ, ഇന്നാലിന് മുതലാളിമാർ ഇന്നാലിന് നാടുകളിലുണ്ടെന്നറിഞ്ഞു, അവരടുത്ത് ചെന്ന് പറഞ്ഞു നോക്കാം. അമാനത്ത് നഷ്ടപ്പെടുന്ന വിഷയമാണത്. അള്ളാഹുലേക്ക് പറയിൽ, റബ്ബിന്റെ മുമ്പിലേക്ക് കൈയുയർത്തി തവക്കുൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ആലിമീങ്ങൾ, ഉസ്താദുമാർ. അവർ മുതലാളിമാരുടെ പിന്നാലെ നടക്കാനുള്ളവരല്ല. മുതലാളിമാർ അവർക്ക് സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആലിമീങ്ങളുടെ അരികത്തേക്ക് ഇങ്ങോട്ട് വരേണ്ടവരാണ്. ദീൻ അവരുടെ ആവശ്യമാണ്, ആലിമിന്റെ മാത്രം ആവശ്യമല്ല. ആലിമീങ്ങൾ മുതലാളിമാരുടെ വാതിൽക്കൽ ചെന്ന് ഒച്ചാനിച്ചു നിൽക്കാനുള്ളവരല്ല. അത് ചെയ്യുന്നത് ഒരു ആലിമിന്റെ സ്ഥാനത്തോട് യോജിച്ചതുമല്ലെന്ന് നമ്മുടെ ഉലമാ എത്രയാണ് എഴുതി വെച്ചത്. ഗസാലി ഇമാമിന്റെ ഇഹ്യ എടുത്തു നോക്കി. എന്താണ് ഒരു ആലിമ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താണ്? സാധാരണക്കാർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അമലുകൾ ദീൻ വിറ്റുകൊണ്ട് ദുന്യാവ് വാങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഒരു ആലിമാണെന്ന് ഒരു പ്രിവിലേജും നമ്മൾ ആരിൽ നിന്നും പറ്റാൻ പാടുള്ളതല്ല. എന്റെ ദീന് കൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, എന്റെ ദീൻ വിറ്റുകൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ്. ഇത് പഠിപ്പിക്കുന്നത് ഇഖ്ലാസ് കർമ്മങ്ങളിൽ വേണമെന്ന് പറയാനാണ്. കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കട്ടെ. അതിനാണ് അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹ്മത്തുള്ളാഹ് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് നിങ്ങളുടെ വസ്ത്രം വേണ്ട, എനിക്ക് ഫ്രീ ആയി തരേ, എനിക്കിത് വേണ്ട, എന്റെ ദീനിന് നിങ്ങൾ പകരം തരല്ല, ഞാൻ വാങ്ങിക്കുന്നത് എന്റെ പൈസ കൊണ്ടാണ്, ദീന് കൊണ്ട് നിങ്ങൾ ദുന്യാവ് വാങ്ങല്ലേ എന്ന് ഉലമാഇനോട് സൂചിപ്പിക്കാനും പണ്ഡിതന്മാരെ ഒന്ന് ഉണർത്താനുമാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമിയായ അബ്ദുല്ലാഹി ഇബ്നു മുഹൈരീസ് റഹ്മത്തുള്ളാഹ് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും തിരുത്തലുകൾ ആവശ്യമായി വന്ന കാലഘട്ടമാണിത്. നമ്മൾ ഓരോരുത്തർക്കും ആരും അതെന്ന അപവാദമല്ല. എല്ലാവരും ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ